ഇല്ല. എല്ലാവരും പാപ്പും ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒക്കെ ശിക്ഷ മൂപ്പർ അനുഭവിച്ചിരിക്കണ്. അതുകൊണ്ട് ഇനി ബാക്കിയുള്ളവർക്ക് ശിക്ഷ ഒന്നും വരില്ല എന്ന് വിശ്വസിച്ച് നടക്കുന്നത് പോലുള്ള ഒരു അതിനേക്കാളും ഘട്ടം എന്ന് പറയാം. അതൊന്നുകൂടി ഇൻഷാ അല്ലാഹ് കേൾക്കാത്തവർക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ. സുൽത്താൻ ഒന്നുകൂടി എന്ത് ചെയ്യും, കേൾപ്പിക്കും. ഞാൻ മൈക്കോട്ടു. അസ്സലാമു അലൈക്കും. പ്രതിസന്ധിയിലായാലും മറുപടി നമ്മോട് സംസാരിക്കുന്നു. ഈ കാര്യം നാം പ്രത്യേകമായി ഓർക്കണം. നാം ഒരു പ്രതിസന്ധിയിലാണ്. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവരിൽ ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബേ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്, ഞങ്ങൾക്ക് അറിവുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴിവേൽപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ ജമിയത്തുലമ തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പ്രതിസന്ധിയിലായാലും മറുപടി നമ്മോട് സംസാരിക്കുന്നു. ഈ കാര്യം നാം പ്രത്യേകമായി ഓർക്കണം. നാം ഒരു പ്രതിസന്ധിയിലാണ്. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവരിൽ ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബേ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്, ഞങ്ങൾക്ക് അറിവുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴിവേൽപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ ജമിയത്തുലമ തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പറയട്ടെ. കണ്ടോ, ആഖിറത്തിൽ നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ കേരള ജമിയത്തുലമ പഠിച്ചോണ്ടൊക്കെ പറഞ്ഞോളൂ, അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടാണ്. ഭയങ്കര സ്വാധീനട്ടെ ഇവർക്ക്. അള്ളാന്റെ അടുക്കൽ എന്താ ഇവരെ സ്വാധീനം എന്നറിയാം. ഇപ്പൊ എല്ലാവരും ക്ലിയർ ആയി കേട്ടില്ലേ? കേരള ജമിയത്തുലമ ഏറ്റെടുത്തോളും, നേതൃത്വം എടുക്കണ തീരുമാനങ്ങൾ അംഗീകരിച്ചാൽ മതിയെന്ന്. അതിലിപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? ഇപ്പൊ ഒരു നേതൃത്വം പറഞ്ഞത്, അവരെ ജമിയത്തുലമ അവരെ സംഘടനയും പറഞ്ഞത്, ജിന്നുകളോട് മലക്കുകളോടൊക്കെ സഹായം ചോദിക്കല് ശിർക്കാണ്. അവരങ്ങനെ തീരുമാനിച്ചു. മറ്റേ നേതൃത്വം എന്ത് പറഞ്ഞ്, അത് ശിർക്കല്ല. അങ്ങനെയാണ് തുടങ്ങി ഒരുപാടുണ്ട്. ഈ നേതൃത്വങ്ങൾ പറഞ്ഞത് ഒരുപാടുണ്ട്. അത് നേതൃത്വം എന്താ പറഞ്ഞാ, നേതൃത്വം ഇതാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ സ്വീകരിച്ചോളാം, ഇതാണ് ഹദീസ് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിച്ചോളാം. നേതൃത്വം പുറത്തിറക്കരുത്, ചില ഹദീസൊന്നും പുറത്ത് പറയരുത് എന്ന് പറഞ്ഞാൽ പറയാതെ ഇരുന്നോളാം. അങ്ങനെ ജീവിച്ചാൽ മതി. മശറയിൽ എത്തുമ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്നപ്പ പറഞ്ഞതിന്റെ ചുരുക്കം. ഫൈസലിന് അതിനെക്കുറിച്ച് എന്തോന്ന് പറയാനുണ്ട്. അല്ല, അത്ര തന്നെ. അതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അതാണ് നേതൃത്വം. അതായത് കേരള നദുവത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുള്ള കോയ മദനിയാണ് ആ പറയുന്നത്. അയാൾ പറയുന്നത്, മുജാഹിദുകളുടെ നേതൃത്വം എന്ത് തീരുമാനമെടുത്തോ അത് തെറ്റായാലും നിങ്ങൾ അതിന്റെ കൂടെ നിന്നോളി, ആ നേതൃത്വത്തിന്റെ കൂടെ. പരലോകത്തുനിന്ന് അള്ളാഹു താല ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഇവര് പേപ്പിച്ചാണ്, ഇവര് പറഞ്ഞിട്ടാണ് ഞങ്ങൾ നിന്നത്, ഇവരെ പിന്നാലെ നിന്നത്, അവിടുന്ന് ഞങ്ങൾ ഏറ്റെടുത്തോണ്ട് നിങ്ങളെ കുറ്റം. മനസ്സിലായോ? അതെത്ര വലിയ അബദ്ധമാണ് ആ പറഞ്ഞത്. അത് മുജാഹിദിൽ തന്നെ പെട്ട് പിന്നെ ആളുകൾ എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ വിമർശിച്ചിട്ടുണ്ട്. സക്കരിയ സലായൊക്കെ അതിനെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. മുജാഹിദിൽ തന്നെ അതിന്റെ ക്ലിപ്പുണ്ട്. സക്കരിയ സലായൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ത്, അങ്ങോട്ട് ചെന്നാ മതി, മൈസറയിലേ ഇതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നാ മതി എന്നുള്ളത്. എന്ന് മാത്രമല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഉണ്ട്. അതെന്താ, ഇവര് സാധാരണക്കാരൊക്കെ വിളിച്ചിരുന്നത് അതന്നെ നഫ്സി നഫ്സി എന്ന് പറയുന്ന ഒരു അമ്പിയാക്കൾ വരെ നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന, ബേജാറായി നിൽക്കുന്ന മഹ്സറ. ആ മഹ്സറയിൽ കേരള ജമിയത്തുൽ മുൻഷിമാര്, അറബിക്ക് അധ്യാപകരായിട്ടുള്ള അറബിക്ക് മുൻഷിമാരെന്ത് ചെയ്യും, അള്ളാന്റെ അടുത്ത് അതൊക്കെ ഏറ്റെടുത്തോളും എന്ന് പറഞ്ഞ് അത് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് അതിന്റെ പിന്നിലുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ മാത്രമല്ല, ഇവര് സാധാരണക്കാരെ ഈ മൗലവിമാരൊക്കെ എന്ത് പറഞ്ഞിട്ടാണ് ക്ഷണിക്കല്? ഈ ഔലിയാക്കന്മാര്, കോജാക്കന്മാര്, ആലിമീങ്ങൾ, ഇമാമിങ്ങൾ എന്നൊക്കെ പറഞ്ഞ അവരെ പിന്നാലെ, കോജാക്കന്മാരെ പിന്നാലെ നിൽക്കേണ്ടതില്ല, കോജാക്കന്മാരെന്ത് പറഞ്ഞു നോക്കേണ്ടതില്ല, പിന്നെന്ത് ചെയ്താൽ മതി, ഖുർആനും സുന്നത്തും നോക്കിയാൽ മതി.
കണ്ടോ? ഇപ്പറഞ്ഞ അബ്ദുള്ള കോയ മദനിക്ക് എന്തേ അത് പറയാൻ പറ്റിയില്ലേ? ഞങ്ങൾ എടുക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ ഖുർആനും സുന്നത്തും പരിശോധിച്ചോളൂ എന്ന് പറയാൻ എന്തുകൊണ്ട് നാക്ക് പൊന്തിയില്ല ഫൈസലേ ഈ അബ്ദുള്ള കോയ മദനിക്ക്? എന്തുകൊണ്ട് സ്വന്തം കാര്യം പ്രശ്നങ്ങൾ വരുമ്പോൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കാൻ സാധാരണക്കാരോട് പറയാൻ നിങ്ങൾക്ക് ധൈര്യം കാണിക്കുന്നില്ല നിങ്ങൾ? അവിടൊക്കെ എത്തുമ്പോ എന്ത് ചെയ്യാ? ഞങ്ങൾ പറഞ്ഞു കേട്ടോളി, മശറയിലെത്താൻ ഞങ്ങൾ ഏറ്റെടുത്തോളാം. എന്നാൽ ഇമാമിങ്ങളൊക്കെ തള്ളിക്കളി ഖുർആനും സുന്നത്തും. പിന്നെ ഫൈൻ തനാസായത്തും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അടിക്കടി വിരോധിയിരുന്ന ആയത്തല്ലേ? നിങ്ങൾക്കിടയിൽ വല്ല ഭിന്നതയും ഉണ്ടായാൽ, അങ്ങനെ അവർ പറയില്ല, ഭിന്നതയും ഉണ്ടായാൽ നിങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. കോജാക്കന്മാരുടെ പാളക്കിതാബിലേക്കല്ല എന്ന് പറഞ്ഞിരുന്ന വഹാബികളെ, മുജാഹിദിന്റെ എല്ലാ വിഭാഗത്തിന്റെയും മൗലവിമാരെ, നിങ്ങൾക്കിടയിൽ തൗഹീദ് ശിർക്കിന്റെയും അതുപോലെ തന്നെ സിഹർ സംബന്ധമായ വിഷയത്തിലും അതുപോലുള്ള 100,000 ഇസ്ലാമികമായ അടിസ്ഥാനപരമായ വിഷയത്തിൽ, വിശ്വാസപരമായ വിഷയത്തിൽ തന്നെ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കിയിട്ട് ഇത്രയും കാലം നിങ്ങൾ പ്രസംഗിച്ചു നടന്നതുപോലെ, സാധാരണക്കാരായ ആളുകളെ വഴിപിഴപ്പിച്ചതുപോലെ ആ തിയറി വെച്ചിട്ട്, ആ അളവുകോല് വെച്ചിട്ട്, ആ മാനദണ്ഡം വെച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യം സുന്നികളായ ഞങ്ങൾ ഫൈസൽ അടക്കമുള്ള എല്ലാവരുടെയും മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഫൈസൽ ഒന്നും കൂടി ശ്രമിക്കൂ, മൈക്കെടുത്തോളൂ. അസ്സലാമു അലൈക്കും.